ഒരു സൈനിക നീക്കമോ കടുത്ത നടപടിയോ ഉണ്ടാകുമെന്നതിൻ്റെ യാതൊരു സൂചനയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. തീർച്ചയായും ഈ ദുഷ്ടമായ സയണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നീക്കത്തിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് തുടക്കം മുതലേ സംശയിക്കപ്പെട്ടിരുന്നു. അവർ അടുത്തിടെ നടത്തുന്ന പ്രസ്താവനകളിലൂടെ ഇത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇറാനിയൻ ജനത അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ ഒരു യുദ്ധത്തിനെതിരെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, ഇതുവരെ നിലകൊണ്ടതുപോലെ. നമ്മുടെ സമാധാനത്തിനെ നശിപ്പിക്കുന്ന എന്തിനേയും നേരിടാൻ നമ്മൾ ഉറച്ചു നിൽക്കും. ഇറാനിയൻ ജനത ആർക്കും വഴങ്ങാൻ തയ്യാറല്ല. ഈ ആശയങ്ങൾ ചിന്തയുടെയും പ്രകാശനത്തിൻ്റെയും എഴുത്തിൻ്റെയും വക്താക്കൾ, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള പൊതുജനാഭിപ്രായവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുമെന്നും വിശദീകരിക്കുമെന്നും കേൾവിക്കാർക്ക് സത്യം വെളിപ്പെടുത്തുമെന്നും ശത്രുവിനെ അവരുടെ വഞ്ചനാപരമായ പ്രചാരണങ്ങളിലൂടെ സത്യത്തെ വളച്ചൊടിക്കാൻ അനുവദിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സത്യം മാത്രം പുറം ലോകത്തെ അറിയിക്കുക. ശത്രുവിൻ്റെ കള്ളപ്രചരണങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക.